മലപ്പുറത്തിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് BJP ഇത്രയും കൂടുതൽ വോട്ട് പിടിക്കുന്നത്. 85,361 വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനേക്കാളും ഏതാണ്ട് 16,500ഓളം വോട്ട് കൂടുതൽ പിടിച്ചു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വോട്ടിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. വിശേഷിച്ചും മലപ്പുറത്ത് ഇപ്പോൾ 18 MPമാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരാളൊഴിച്ച് പോയ സാഹചര്യത്തിൽ നമ്മളെ BJP ഒരിക്കലും അടുപ്പിക്കാതിരുന്ന കാലഘട്ടത്തിൽ BJPക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് NDAക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇത്രയും വലിയൊരു നമ്പർ പിടിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തോറ്റേൻ്റെ ദുഃഖമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ജയിക്കുന്നതിനേക്കാളും ഒരു ടഫ് കോമ്പറ്റീഷൻ പ്രസൻറ്റ് ചെയ്യുക, നമുക്കിവിടെ മുന്നേറാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത്. ഒരിക്കലും ഒരു ഘട്ടത്തിലും ജയിക്കുമെന്നോ ഒന്നും പറയില്ല. ഒരു ടഫ് കോമ്പറ്റീഷൻ, ഇതിനേക്കാളും ഒരു ടഫായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ 16.5K ഒതുങ്ങി എന്നുള്ളതാണ് വസ്തുത. സന്തോഷമുണ്ട്, അല്പദുഃഖം വളരെ മാർജിനലാണ്. സന്തോഷം തന്നെയാണ് കൂടുതൽ. ആദ്യമായിട്ട് ഞാൻ ഈ മലപ്പുറത്ത് എനിക്ക് വോട്ട് ചെയ്തവരോട് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പാർട്ടിക്കാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നന്ദി പറയണു. ഒപ്പം മീഡിയ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. സാധാരണ കടിക്കുന്നതിനേക്കാളും എന്നെ വളരെ കുറച്ച് ബൈറ്റ് എടുത്തോളൂ. ബൈറ്റല്ല, എന്നെ ആരും ഉപദ്രവിച്ചില്ലെന്നായിരിക്കും. എല്ലാ മീഡിയയും എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. ആരും മിസ്കോട്ട് ചെയ്തില്ല എന്നുള്ളതിന് എനിക്ക് മീഡിയയോടും വളരെ വളരെ നന്ദിയുണ്ട്. രണ്ടാമത് എനിക്ക് പറയണമെന്ന് തോന്നിയത്, മലപ്പുറത്ത് വന്ന് നിന്ന് മത്സരിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ കയറിയ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ഇവിടുത്തെ പോപ്പുലേഷൻ പഠിച്ചത് പല പ്രാവശ്യം പറയുന്നുണ്ട്, 41 ലക്ഷം. ഇതിൽ ഒരു വലിയ നമ്പർ ആൾക്കാർ കുറേയൊക്കെ പൈസ ഉണ്ടെങ്കിലും പാവങ്ങൾ തന്നെയാണ്. ദേ ആർ ബാക്ക്വേർഡ് ഇൻ മെനി വേസ്. എക്കണോമിക്കലി മാത്രമല്ല, പൊളിറ്റിക്കൽ ആക്സസ് ഒക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മലപ്പുറം റിലേറ്റീവ്ലി കുറച്ച് പണക്കാരുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ ആൾക്കാർ MP ആയിട്ട് ഡൽഹി പോയിട്ടുള്ള ആ നേതാക്കളോട് ഞാൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലീഡേഴ്സിന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. പണമുള്ളവന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ ഇഷ്യൂസിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ 50, 60, 70 കൂടുതൽ ശതമാനമുള്ള കോമൺ മാൻ, അവൻ്റെ പൊളിറ്റിക്കൽ പ്രോബ്ലംസിന്, ഡൽഹി ബേസ്ഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്താണ് നിങ്ങളിലുള്ള മാർഗം? എന്നും ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് MPമാർ പോയി വരിക മാത്രം ചെയ്താൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? ആര് സോൾവ് ചെയ്യും? ഇപ്പം കഴിഞ്ഞ 5, 10 പ്രതിപക്ഷം ഇരുന്നു. ഇനി അടുത്ത 5 കൊല്ലം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കുകയാണെങ്കിൽ സ്റ്റാർവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. അവർക്ക് എങ്ങനെ ഒരു നീതി കൊടുക്കും? ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അവരുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യും? പൊളിറ്റിക്കൽ മാത്രമല്ല, ഇക്കണോമിക് ഡിമാൻഡ്സ്, എഡ്യൂക്കേഷൻ ഡിമാൻഡ്സ്, NRI ഡിമാൻഡ്സ്. ഇതിന് എനിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഉപദേശിക്കുകയൊന്നുമില്ല, ഒരു സ്നേഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഞാൻ ആദ്യത്തെ പ്രസ് മീറ്റിൽ തന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുകയാണ്. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ഒക്കെ ഉണ്ട്. ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഇനി നിങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യണം പോസിബിലിറ്റീസ് ഓഫ് പവർ ഷെയറിങ് വിത്ത് ദ അവൈലബിൾ പവർ ഗ്രൂപ്പ് അറ്റ് ഡൽഹി. അവർ ഇന്ത്യ സഖ്യത്തിലുള്ളതാണ്. ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നത്, ഞാൻ BJP കാരനായതുകൊണ്ടല്ല ഇപ്പം സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്തൊരു കോമൺ മാനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് മലപ്പുറത്തെ കോമൺ മാന് നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് പറയേണ്ട, അവർക്കറിയാം. അതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ്. അവർ ബുദ്ധി ഇപ്പോൾ വ്യക്തമായി പറഞ്ഞ NDAയോട് അലയൻസ് ഉണ്ടാക്കുകയും മുമ്പൊക്കെ ചെയ്ത പോലെയുള്ള ഒരു അലയൻസിൽ വന്നിട്ട് പവർ ഷെയറിങ്ങിന് അവർ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
മുസ്ലിം ലീഗ് NDA-യുടെ ഭാഗമാകണം എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞാണ്. അത് ആർക്ക് വേണ്ടി എന്നുള്ള വളരെ വ്യക്തമായിട്ട് പറയണം. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ ഉദ്ദേശിച്ചല്ല, ദേ ഹാവ് നോ പ്രോബ്ലം. മുസ്ലിം ലീഗിലുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പണക്കാരെ ഉദ്ദേശിച്ചല്ല, ദേ ഹാവ് നോ പ്രോബ്ലം. മലപ്പുറത്ത് 41 ലക്ഷത്തിൽ ഞാൻ പറയുന്നത് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ MP-മാർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ദേ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ എൻറ്റയർ പോപ്പുലേഷൻ. ഈ 41 ലക്ഷത്തിൽ കുറഞ്ഞതൊരു 35-38 ലക്ഷം പേരും പൊളിറ്റിക്കൽ ആക്സസ് കുറഞ്ഞവരാണ്. അവർക്ക് നീതി കൊടുക്കണ്ടേ? അവരോടെങ്ങനെ നീതി പുലർത്തും? ഇത് അവരാലോചിക്കേണ്ട സമയമായി. അതിൻ്റെ രീതിയിൽ അവർ വർക്ക് ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്, BJP നേതൃത്വത്തിന് ഇവർക്ക് പറയണത് ഈ ഇന്ത്യ അലയൻസ് പറയണത് പോലെ അല്ല. BJP-യുടെ അന്ന് രാജസ്ഥാൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഒരുപാട് മുതലെടുത്ത് രാജസ്ഥാനിലൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അപ്പോണൻറ്റിൻ്റെ ബാഡ് പ്രാക്ടീസസ് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രൈം മിനിസ്റ്റർ നടത്തിയത്. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, അടുത്ത ദിവസം കൺഫ്യൂഷൻ ഉണ്ടാക്കി പറയുകയും ചെയ്തു, അതായത് എന്നെങ്കിലും ഒരു കാലത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും രണ്ടായി കാണുന്നൊരു കാലം വന്നാൽ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു. വളരെ ക്ലിയറായിട്ട് പറയുകയും ചെയ്തു. അതായത് മോഡിജിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ്, ഇൻക്ലൂസീവ് ഗവേണൻസ്, ഇൻക്ലൂസിവിറ്റി അറ്റ് ഓൾ ലെവൽസ്, അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ ഇന്ത്യ അലയൻസ് പറയുന്ന പോലെ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്തിട്ടില്ല. അന്ന് പാലക്കാട് ഇഷ്യൂ ഒക്കെ പറഞ്ഞ് എന്നെയൊക്കെ ഒരുപാടിട്ട് അലക്കിയതാണ്. അതൊക്കെ അസത്യമാണ്, ഒരിക്കലും സത്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അതായത് നമുക്ക് നേഷനാണ് മറ്റേതിനേക്കാളും വലുത്, പാർട്ടിയേക്കാളും റിലീജിയനേക്കാളും ഒക്കെ വലുത് നേഷനാണ്. നമ്മളെല്ലാം ഇന്ത്യൻ സിറ്റിസൻസാണ്. 145 കോടി ഇന്ത്യൻ സിറ്റിസൻസാണ്. അതിൽ 20 കോടി മുസ്ലിങ്ങൾ എത്ര നാൾ ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കും? 5 കൊല്ലം 10 കൊല്ലം ഓളലോ? അതൊരു ഇൻജസ്റ്റിസ് ടു ദ മാസാണെന്ന് റിയലൈസ് ചെയ്യണം. നമുക്ക് വോട്ട് ചെയ്യാൻ കുറേ പേരുണ്ട്, എന്നും അവരുടെ ഇഗ്നോറൻസ് കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ MP-മാരായിക്കൊണ്ടേയിരിക്കും, ഞങ്ങളിങ്ങനെ പോയും വന്ന് ഞങ്ങളുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കും. ബട്ട് യു ആർ ഇഗ്നോറിങ് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ. 41 എനിക്കൊന്ന് 1 ലക്ഷം പേരാണ് ബെനിഫിറ്റ് എടുക്കുന്നവർ. 40 ലക്ഷവും വിഷമിക്കുന്നവരാണ്. ഒരു NRI ഇഷ്യൂ വന്ന് അവർ പവറിലിരുന്നുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യുന്നതും ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു BJP മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കുന്നത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ലൈനിൽ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.